ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊളാബ് വീഡിയോസ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, കൊളാബിന്റെ അതിനുശേഷമുള്ള ഒരു 2-3 ഓപ്ഷനുകൾ ഞാൻ അവിടെ ഒഴിവാക്കിയിരുന്നു. അടുത്ത വീഡിയോസിൽ പറയാം, ഓരോന്നോരോന്നായി പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. തികച്ചും ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും, ഇതൊക്കെ എന്നോ ഉള്ള ഓപ്ഷൻ ആണല്ലോ കുഞ്ഞെ, ഇപ്പോഴാണ് ഇതിടത്തൊക്കെ വരുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ന്യൂ യൂട്യൂബേഴ്സിന് ഉള്ളതാണ്, അത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. എങ്ങനെയാണ് കൊളാബ് വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയാത്തവർ ചെക്ക് ചെയ്താൽ ആ കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അതായത് നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ അമർത്തി യൂസ് ദി സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനുശേഷം കൊളാബ് എന്ന് വരും. അതിനുശേഷം ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനുശേഷം കട്ട് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മേലെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഞാൻ ഇനി പറയാൻ ബാക്കിയുണ്ട്, യൂസ് ദി സൗണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇത് പലരും നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ളവരുടെ വീഡിയോസ് അല്ലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നൊക്കെ. ഞാനും ഇതിനെതിരാണ് എന്ന് പല വീഡിയോസിലും ഞാൻ പറയുന്നു. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. കാരണം ക്രിയാത്മകമായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ചുണ്ടനക്കി നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്നും ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ല എന്നതായിരുന്നു എന്റെ അന്നത്തെ വാദം. ഇപ്പോഴും എന്റെ വാദം അത് തന്നെയാണ്. പക്ഷെ ഇതറിയാത്തവർ ഒരുപാടുണ്ട്. ഇതിനുവേണ്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യല് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ആക്ച്വലി ഈ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഫോട്ടോ, ഒരു ആളുടെ, ഇപ്പൊ നിങ്ങൾ കൊളാബ് ചെയ്യുമ്പോൾ ഹാഫ് ആയിട്ടായിരിക്കും വീഡിയോസ് വരുന്നത്. നേരെ മറിച്ച് ഈ ഗ്രീൻ സ്ക്രീൻ ചെയ്യുമ്പോൾ നമ്മളെ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ മാറ്റ് ഒക്കെ ഇട്ട് കാണിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ്. ഓക്കെ, അത്തരത്തിൽ ഈ കൊളാബ് പോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കട്ട് വീഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. അത് ഈയിടെ ആയിട്ട് നന്നായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷെ വേണമെങ്കിൽ ഞാൻ പറയാം, അതിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ക്രിയാത്മകമായി ചെയ്യാനുള്ള ചില ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വീഡിയോസ് നമ്മുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ ഇങ്ങനെ ഒരു വീഡിയോസിൽ ഇങ്ങനെ ഇരുന്ന് പറയേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും പത്തിരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ബ്രോൺസ് കറിയുമാണ് എന്നുള്ളത്. അപ്പൊ അതേ സമയത്ത് അതിന്റെ അടിയിൽ കാണിക്കുന്നത് ഈ പത്തിരിയും ബ്രോൺസും അതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലും ഒക്കെയാണ് കാണിക്കുന്നത്. അത് ഇങ്ങനെ കീറുന്നതും അതിലേക്ക് ഒഴിക്കുന്നതൊക്കെ ആയി. 2 വീഡിയോസും പറയുന്ന കാര്യം ഒന്നാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്താ, ആദ്യം തന്നെ ആ വീഡിയോസ് കണ്ടെത്തുക, അത്തരത്തിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫോട്ടോസ് കണ്ടെത്തി അവിടെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഫോട്ടോസുകൾ കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ പോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആണ് ഈ കട്ട് വീഡിയോസ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് നല്ലൊരു സംഭവം തന്നെയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ലേഡീസിനൊക്കെ തീർച്ചയായിട്ടും ഫേസ് ഒക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെയാണ് വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളത് രണ്ടും ഞാൻ പറഞ്ഞു തരാം. ഒരു ഓപ്ഷൻ ഇപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, അടുത്ത വീഡിയോസിൽ പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകും എന്ന് കരുതി. 1, 2 എനിക്ക് കണ്ടന്റ് ക്ഷാമം ഉള്ളത് കൊണ്ട് 2. അപ്പൊ ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം നമുക്ക് വന്നിട്ട് എന്നും ഇന്നലെ പറഞ്ഞു തന്നെ ഇന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും ഒരു പുതുമ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് എന്തെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞതിനല്ലേ ഇന്നും പറയുന്നു എന്നുള്ളത് വേണ്ട എന്ന് കരുതിയിട്ടാണ്. എങ്കിലും എന്റെ വീഡിയോസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രീൻ സ്ക്രീൻ കൊടുക്കുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ നമ്മുടെ പാത്തുവിൻ്റെ വീഡിയോസ് എടുത്തു. എന്നിട്ട് ആ പ്ലസ് എന്ന് കാണുന്നില്ല, ഏറ്റവും അടിയിലായിട്ട് 2 ആരോ മാർക്ക് ഇട്ടിട്ട് ആ പ്ലസ് എന്നുള്ള സ്ഥലത്ത് ഞാൻ നെക്കിയപ്പോൾ ഇതേ കാണുന്നു യൂസർ സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ. അവിടെ ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോൻ്റെ അവിടെ സെലക്ട് ചെയ്തപ്പോൾ 15 അങ്ങനെ അവിടെ 15 സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഡൺ എന്നുള്ള ആ ബട്ടൺ കാണുന്നില്ലേ, അവിടെ ഡണ്ണുള്ള ആ ബട്ടൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അതും സെലക്ട് ചെയ്തു കേട്ടോ. ഇനി ക്യാമറ ഓണായി. ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡൺ എന്ന് കൊടുത്തതിന് ശേഷം പിന്നെ
റീന കണ്ടിരുന്നു. ഒരു പേടിയായിട്ടില്ല. അത് പറയില്ല, അത് സീക്രട്ട് ആണ്. ഇവിടെ ഒരു മൈക്കിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മൈക്കിന്റെ ചിഹ്നത്തിൽ നമുക്ക് വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ വോയിസ് ഓവർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിവിടെ വെറുതെ ഒരു എക്സ്ട്രാ വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. എന്താണല്ലേ, ഭയങ്കര രസമാണ് ഇവരെ ഈ ഒരു എന്താ പറയാ ആ ഒരു സ്ലാങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പല ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഫിൽറ്ററിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിന്റെ അടിയിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൈക്ക് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണല്ലേ, ഭയങ്കര രസമാണ് ഇവരെ ഈ ഒരു എന്താ പറയാ റീന കണ്ടിരുന്നു. ആ ഒരു സ്ലാങ് യൂസ് ചെയ്യുന്നത്. അത് പറയില്ല, അത് സീക്രട്ട് ആണ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഗ്രീൻ സ്ക്രീൻ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോൾ നോർമലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ വന്നു. അവിടെ നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ ഒരു പേനയുടെ ചിഹ്നം ഉണ്ട്, അങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണോ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ അങ്ങോട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവർ, അപ്പൊ ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇത് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാകാം, അറിയാത്തവർക്ക് വേണ്ടി, തികച്ചും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും, നമ്മൾ 1-ാം തീയതിയാണ് അത് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴും വന്നവർക്ക് നമ്മൾ ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം തീയതി സ്റ്റാർട്ട് ആവും. അത് മാർച്ച് 1, ഞാൻ പറയാൻ മറന്നുപോയതാണ്, 2025 മാർച്ച് 1 നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആണ് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത്. പെയ്ഡ് അല്ല, 50 ദിവസത്തെ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തമ്പനയിൽ ഉണ്ടാക്കാം, എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, എന്തെല്ലാമാണ് യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന എന്നിട്ട് 50 ദിവസം കൊണ്ട് മാക്സിമം വീഡിയോസ് ഇട്ടിട്ട് ആർക്കൊക്കെ മോണിറ്റൈസേഷൻ കിട്ടും എന്ന് നോക്കുക. അതായത് നമ്മളൊരു 250 പേരുടെ മുകളിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 50 പേർക്കെങ്കിലും അതിൽ മോണിറ്റൈസേഷൻ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട്, ഒരു യജ്ഞം ആണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. 1. 2, നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും ഒന്നും അറിയാത്തവർ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഈ നമ്പറും ഗ്രൂപ്പും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഇതൊരിക്കലും നിങ്ങളെ വാച്ചിങ് അവർ കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ഉപയോഗിക്കാനുള്ള ഗ്രൂപ്പല്ല എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാനുള്ള ഗ്രൂപ്പല്ല. ഇതിലിരിക്കുന്ന മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും ആയിരിക്കില്ല. ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് നിങ്ങളുടെ വഴിവെട്ടി പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഗ്രൂപ്പ് മാത്രമാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗ്രൂപ്പിനൊക്കെ എതിരാണ് എന്നൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അത്തരത്തിൽ എതിര് തന്നെയാണ്. പരസ്പരം സബ് ചെയ്യുന്ന, വാച്ചിങ് അവർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് ഞാൻ എതിര് എന്നുള്ളത്. ഇത് ഞാൻ ഇവർക്കൊരു വേണ്ടി ചെറിയ അറിവ് പകരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലേഡീസിന്റെയും ജെൻസിന്റെയും ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. പ്രിയപ്പെട്ടവർ, അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു 2 ഓപ്ഷനുകൾ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നും അറിയാതെ, ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഇതേ കാര്യം തന്നെ പറഞ്ഞു. ഇങ്ങനെ വെറുതെ ഓരോ വീഡിയോസിലും 2025 ഒരുപാട് പേരുകൾ ഒരുപാട് യൂട്യൂബേഴ്സ് തുടർന്ന് പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾ എവിടെയും പോയി യാചിക്കരുത്, നിങ്ങളുടെ ആവശ്യമില്ലാത്ത സബിനെ നിങ്ങൾ ഇതിലേക്ക് വൈറസ് പോലെ വലിച്ചു കയറ്റരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാകൂ എന്ത് പറയാ, നിങ്ങൾ ഈ വാച്ചിങ് അവർ പൈസ കൊടുത്ത് ചെയ്യുന്നവർ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. കാരണം അവർക്കത് പറയേണ്ടത് നിർബന്ധമാക്കപ്പെട്ട ഘട്ടം വരെ വന്നു. അപ്പൊ അവര് പോലും, വാച്ചിങ് അവർ കയറ്റുന്നവരും പൈസക്ക് കയറ്റി കൊടുക്കുന്നവരും സബ്സ്ക്രൈബേഴ്സിനെ പൈസക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവർ പോലും നിങ്ങളോട് പറഞ്ഞു ഇത് ചെയ്യരുതേ എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? അത്തരക്കാർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വളരെയധികം ഉപയോഗപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു 10 സ്ഥലത്ത് അപേക്ഷിച്ചാൽ അതിൽ ഒരാളല്ലേ സബ് ചെയ്യൂ. നേരെ മറിച്ച് ഈ ഒരു വീഡിയോസ്, നിങ്ങൾ നല്ലൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺസ് പോവാൻ വരെ ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾ ക്രിയാത്മകമായിട്ട് ഒന്നും അതിൽ ചെയ്യുന്നില്ല. അതൊക്കെ ഓൾറെഡി അറിയുന്നവർ ചെയ്തു വെച്ച വീഡിയോസ് എടുത്തിട്ട് അതിന് ചുണ്ടനക്കുക അല്ലെങ്കിൽ മറ്റൊന്ന്, ഇത് തന്നെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നവരും ഉണ്ടാകും. ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ ഷബാനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ ഇതിന് വേണ്ടി ഇടുന്ന ഒരു എഫേർട്ടൊക്കെ എന്താണെന്നുള്ളത്. കാരണം അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു 15 സെക്കൻഡിലും 30 സെക്കൻഡിലും 12 സെക്കൻഡിലൊക്കെ അവരത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പറയാൻ നിങ്ങൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നവർ പലരും ഒരു ചെറിയൊരു ഫാൾട്ട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഹെഡ്ഫോൺ വെക്കുക, അല്ലെങ്കിൽ മൈക്ക് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തീർച്ചയുള്ള മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.